കോച്ചസ് ആൻഡ് ട്രെയിനേഴ്സ് ഇന്നത്തെ കാലത്ത് അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളും അവർക്ക് വാട്സപ്പ് ഉപയോഗിച്ച് വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ച് ചെയ്യാവുന്നതായിട്ടുള്ള കുറേ സൊല്യൂഷൻസുമാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കോച്ച് അല്ലെങ്കിൽ ട്രെയിനർ ഒക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ. എല്ലാവരും കോച്ചസ് ആൻഡ് ട്രെയിനേഴ്സ് ഒക്കെ എപ്പോഴും ആക്ഷൻ എടുക്കുന്നതിനെ കുറിച്ചും പുതിയ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ടെക്നോളജിനെ കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ബിസിനസ്സിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവരത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക. നിങ്ങളെ സംബന്ധിച്ചുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിലിറ്റി ഓഫ് സർവീസ്. നിങ്ങളുടെ സർവീസ് ശരിക്കും ആർക്കും കാണാനോ അല്ലെങ്കിൽ അത് തൊട്ടറിയാനോ ഒന്നും കഴിയില്ല. പറയുന്നതായിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് റിസൾട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടിയാൽ തന്നെ ആളുകൾ അല്ലെങ്കിൽ റിസൾട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ ആളുകൾ വരുന്നുള്ളൂ. അപ്പോൾ റിസൾട്ട് മാക്സിമം ഉണ്ടായി കൊടുക്കുക, അതിൽ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. എപ്പോഴും പറയുന്നത് ഏതൊരു ബിസിനസ്സിനും ആവശ്യമാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. എന്നിട്ടേ നിങ്ങൾ എന്ത് ബിസിനസ്സിലും അല്ലെങ്കിൽ എന്ത് പിച്ച് ചെയ്തിട്ടും കാര്യമുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ വരില്ല, അല്ലെങ്കിൽ എവിടെയാണോ ട്രസ്റ്റ് അവർക്ക് തോന്നുന്നത് അങ്ങോട്ട് പോകും. അത് കോമൺ ആണ് ബിസിനസ്സിനെ സംബന്ധിച്ച്. പിന്നെ കോമ്പറ്റീഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. വളരെയധികം കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖല തന്നെയാണ് കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൽ നമ്മളെങ്ങനെ വ്യത്യസ്തമായിട്ട് നിൽക്കണോ അല്ലെങ്കിൽ നമ്മളെങ്ങനെ വ്യത്യസ്ത ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ക്ലയന്റ് അക്വിസിഷൻ കോസ്റ്റ് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു CAC കൂടുതലാണ് കോച്ചസ് ആൻഡ് ട്രെയിനേഴ്സിനെ സംബന്ധിച്ച്. കോമ്പറ്റീഷൻ തന്നെ. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് വളരെയധികം കോസ്റ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റേഷൻ. പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കുക, അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം കണ്ടിന്യൂസ് ലേണിങ്ങും അത് അഡാപ്റ്റേഷൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വളരെയധികം പെട്ടെന്ന് ഔട്ടായി പോകും. പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടോ പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പുതുതായിട്ട് നൽകാൻ പറ്റും മാർക്കറ്റിന്, അതിൽ പുതുതായിട്ടുള്ള കാര്യം എന്തുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളുടെ ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് അവരുമായിട്ട് ഷെയർ ചെയ്യുക. അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ബിസിനസ്. മാക്സിമം അവയർനെസ് കൊടുക്കുക, എന്നിട്ട് പിന്നെ നിങ്ങളത് ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. കൂടാതെ ഞാൻ എപ്പോഴും പറയുന്ന അതിനൊപ്പം തന്നെ ഇവരൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഇവരുടെ സ്വന്തം ബിസിനസ്സിൽ ഇവരൊക്കെ പലപ്പോഴും ടെക്നോളജി ഉപയോഗിക്കാത്തവരും അല്ലെങ്കിൽ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പിറകോട്ട് നിൽക്കുന്നവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പലരും റെസ്പോൺസ് ഡിലേ ആയിട്ടും ഫോളോ അപ്പ് ഡിലേ ആയിട്ടൊക്കെ കാണുന്നുണ്ട്. ഞാൻ ബന്ധപ്പെട്ട പല കോച്ചസ് ട്രെയിനേഴ്സുമായിട്ടൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ടെക്നോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചെറിയ ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് വരുത്തിയാൽ നിങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള വാട്സപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ച് കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഒരു വിർച്വൽ അസിസ്റ്റൻറ്റിനെ നമുക്ക് കൊണ്ടുവരാം. അതുപോലെ എപ്പോഴും ചോദിക്കുന്ന കീവേഡുകൾ അല്ലെങ്കിൽ മറ്റുള്ളതിനൊക്കെ അനുസരിച്ച് ഓട്ടോ റിപ്ലേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പിന്നെ ഓട്ടോ ഫോളോ അപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രാംസിനെ കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പല പല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ്സും അല്ലെങ്കിൽ അപ്ഡേഷൻസൊക്കെ അവരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. പിന്നെ എപ്പോഴും കമ്മ്യൂണിറ്റി മാനേജ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ. കസ്റ്റമർ എൻഗേജ്മെൻറ്റ് മാക്സിമം കൂട്ടുക, അവയർനെസ് കൊടുക്കുക, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക. പിന്നെ സെയിൽസ് ആൻഡ് ലീഡ് ജനറേഷൻ. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും വളരെ നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ലീഡ് ജനറേഷൻ അല്ലെങ്കിൽ ലീഡ് ക്വാളിഫിക്കേഷനൊക്കെ വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. വാട്സപ്പ് ബിസിനസ് API സിസ്റ്റംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.